ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പേരിലുള്ള ഒരു പ്രധാന കവാടമാണ് ആ കാണുന്നത് കേട്ടോ. വെയിലുണ്ടോ? നമുക്ക് ആ മരത്തിന്റെ ചോട്ട് പോയാലോ? അതിന്റെ ചോട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 വർഷക്കാലം പട്ടിണി കിടന്ന ആ മലഞ്ചെരുവ് അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയാകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയിട്ടുണ്ട്. പക്ഷേ ചെറുപ്പത്തിൽ എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാത്ത സ്നേഹവും അടുപ്പമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രാത്രിയൊക്കെ എഴുന്നേൽക്കുന്ന സമയത്ത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വെള്ളം കൊണ്ടുപോയി കൊടുക്കും. വുളു എടുക്കാനൊക്കെ വെള്ളം കൊണ്ടുപോയി കൊടുത്ത് അവിടുത്തെ ഖിദ്മത്തുകളൊക്കെ ചെയ്യുന്ന ആളായിരുന്നു അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അപ്പോ ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇബ്നു അബ്ബാസ് തങ്ങളുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ ഫഖിഹുഹു, അല്ലാഹുവേ ഇവർക്ക് നീ നല്ല അറിവ് കൊടുക്കണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിവ് കിട്ടാൻ വേണ്ടി, നന്നായി അറിവ് പഠിക്കാൻ വേണ്ടി അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊടുത്തു. ആ കാരണം കൊണ്ട് തന്നെ പിൽക്കാലത്ത് വലിയ പണ്ഡിതനായി തീർന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണെന്ന് ഞാൻ ഓർക്കുന്നു. ചരിത്രത്തില് വലിയ പണ്ഡിതന്മാരുടെ സഭ കൂടുകയാണ്. മുഷാവറ അല്ലെ, നമ്മുടെ നാട്ടിലൊക്കെ മുഷാവറല്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ 2 സമസ്തകളുണ്ട്. അള്ളാഹു 2 സമസ്തയിലെ ഉന്നതനായ നേതാക്കന്മാർ അള്ളാഹു ഇസ്സത്ത് നൽകുമാറാവട്ടെ. അപ്പോ ആ ഒരു മുഷാവറ, വലിയൊരു മുഷാവറ കൂടിയപ്പോ ആ കൂട്ടത്തിക്ക് ഒരു ചെറിയ കുട്ടിയായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആളുകൾ ചോദിച്ചു, എന്തിനാ ഈ കുട്ടിനെ കൊണ്ടുവരുന്നത്? കുട്ടിനെ കൊണ്ടുവരണമെങ്കിൽ ഇപ്പൊ ഞങ്ങളെ വരിയിലും കുറെ കുട്ടികളില്ലേ, ഞങ്ങളൊന്നും കുട്ടികളെ കൊണ്ടുവരാതെ വന്നതല്ലേ, എന്തിനാ ഈ കുട്ടിനെ കൊണ്ടുവരുന്നത്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, സാധാരണ കുട്ടിയല്ല. അങ്ങനെ അവിടെ ഒരു ചർച്ച നടക്കുകയാണ്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഈ സൂറത്തിന്റെ പശ്ചാത്തലം എന്താണ്? ഇതിന്റെ ആശയം, അവതരണ പശ്ചാത്തലം, ഇതിന്റെ ആശയം എന്താണ്? ഇതുകൊണ്ട് എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കുമ്പോ ഓരോ പണ്ഡിതന്മാരും വിവിധ അഭിപ്രായങ്ങൾ പറയുന്നു. ഇസ്ലാമിന് വിജയമുണ്ടാകും, ഇസ്ലാമിലേക്ക് ആളുകൾ കൂടുതൽ കടന്നു വരും, അങ്ങനെ വരുമ്പോ അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കണം, ഇതൊക്കെയാണ് അതിന്റെ ആശയതലങ്ങൾ എന്നിങ്ങനെ വിവിധ പണ്ഡിതന്മാരുടെ അഭിപ്രായം പറഞ്ഞപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ നിങ്ങളെ അഭിപ്രായം ചോദിച്ചു. മഹാനവറുകൾ പറഞ്ഞു, ഹബീബായ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തോട് വിട പറയാൻ അടുത്തിരിക്കുന്നു എന്നാണ് അതിന്റെ ആശയം. അപ്പോഴാണ് പണ്ഡിതന്മാർ കണ്ണു തുറന്നത്. ഇതൊരു സാധാരണ കുട്ടിയല്ല എന്നവർക്ക് ബോധ്യപ്പെടുന്നു. മഹാനവറുകൾ മക്കത്തെ മസ്ജിദുൽ ഹറാമിലാണ് ദർസ് നടത്തിയിരുന്നത്. വലിയ ദർസ് നടത്തിയിരുന്നു മസ്ജിദുൽ ഹറാമിൽ. ദർസ് കഴിഞ്ഞാൽ ത്വായിഫിലേക്ക് പോരും. മസ്ജിദുൽ ഹറാമില് 1 ലക്ഷവും 1 കോടിയൊക്കെ പ്രതിഫലം കിട്ടുന്ന സ്ഥലമാണ് മസ്ജിദുൽ ഹറാം. പക്ഷെ മഹാനവറുകൾ ത്വായിഫിക്കാണ് വരിക. അപ്പൊ ചോദിച്ചു അത്രേ, എന്താണ് തങ്ങൾ ത്വായിഫിലേക്ക് വരുന്നത്? ഞാനിത് നേരത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ശരിയാണ്, മക്കയിൽ വലിയ പ്രതിഫലമൊക്കെ കിട്ടും, പക്ഷെ ഞാൻ ഭയപ്പെടുന്നത് ആ മക്കയിൽ വെച്ച് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചാൽ, ഹറമെന്ന് എന്തെങ്കിലും ഒരു പാകപ്പിഴവ് പറ്റിയാൽ അതിന് അതുപോലെ ശിക്ഷയും ലഭിക്കുമല്ലോ, അതുകൊണ്ട് ശിക്ഷ ഭയന്നാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നമ്മുടെ തൊട്ടുചാരെ കാണുന്ന ആ മഖ്ബറക്ക് സമീപത്ത്, ആ ലൈബ്രറിയുടെ സമീപത്ത് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് അവിടെ പോയി മഹാനവറുകളെ ചാരത്ത് നമുക്ക് സിയാറത്ത് ചെയ്യണം. അവരുടെ പേരിൽ ഒരു വലിയ ലൈബ്രറി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. ധാരാളം ഗ്രന്ഥങ്ങൾ അതിനകത്തുണ്ട്. തൊട്ടപ്പുറത്ത് വലിയ ഒരു പള്ളിയുണ്ട്, മസ്ജിദ് ഇബ്നു അബ്ബാസ് എന്ന പേരിൽ ഒരു വലിയ പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ കയറും. അവിടെ നിന്ന് 2 റക്അത്ത് ളുഹ നിസ്കരിക്കണം. ഇഹ്റാമിന്റെ സുന്നത്ത് മീഖാത്തിൽ വെച്ചാണ് നിസ്കരിക്കുക. അവിടെ നിന്ന് 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക. പുരുഷന്മാര് പള്ളിയിൽ കയറിയിട്ട് തഹിയ്യത്ത് നിസ്കരിക്കുക, ളുഹ നിസ്കരിക്കുക. സഹോദരിമാര് 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക. ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞതിന് ശേഷം അവിടുന്ന് ഒരല്പം കൂടി മുന്നോട്ട് പോയാൽ
നമ്മുടെ നാട്ടുകാരനായ ഉമർ ഖാദി ഉണ്ടാക്കിയ മസ്ജിദ് ഹുനൂദ് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണണം. അതും കണ്ട് ഇവിടെ നിന്ന് നമുക്ക് യാത്ര പോയി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ നേരത്തെ പറഞ്ഞ ചരിത്ര സംഭവങ്ങള്, വേദനിക്കുന്ന ചരിത്രങ്ങൾ നടന്ന സ്ഥലങ്ങൾക്ക് വാഹനത്തിൽ ഇങ്ങനെ പോയി കറങ്ങി കണ്ട് നേരെ മീഖാത്തിൽ പോയി ഇഹ്റാം ചെയ്ത് നമുക്ക് ഉംറ പൂർത്തിയാക്കണം.